നമുക്ക് അറിയാൻ പറയാനില്ല. മാത്രം നേരത്തെ കൂടെ പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പ്രഭാതത്തിൽ ജീവിതത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളുടെ പൊന്നോമനവാനായ ചിത്തുമോനെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ മകനെയും അവൻ്റെ കൂടെയുള്ള ജീവിത പങ്കാളിയെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പ്രാർത്ഥനാശംസകളോടെ കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാഥാദേവി ഈ മക്കളെ അനുഗ്രഹത്തിനായി ഞങ്ങൾ യാചിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സുവിശേഷം 1:35 അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോടും കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പറയുന്നത് കേട്ട് രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് തന്റെ പിന്നാലെ വരുന്നവരെ കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് അർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടി താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറയുന്നത് വിട്ട് അവനെ അനുഗമിച്ച ആ രണ്ടുപേരിൽ ഒരുവൻ ശിമോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമോനെ കണ്ട് അവനോട് ഞങ്ങളുടെ മിശിഹായ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവൻ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാണ്, കേപ്പാ പാറ എന്ന് വിളിക്കപ്പെടും. നല്ല ദൈവമേ, ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോണിൻ്റെ വിവാഹ ദിവസമായിരുന്നു. നിങ്ങളതിനെ പൂർണ്ണമായും അങ്ങയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നേ ദിവസത്തെ വിവാഹത്തിൻ്റെ ചടങ്ങുകളെയും മറ്റ് ആഘോഷ പരിപാടികളെയും ഒക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുവാനും യാതൊരു കുറവും കൂടാതെ നന്നായി തന്നെ അത് പൂർത്തിയാക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മേ മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും അമ്മയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണമൂലം വേർപിരിഞ്ഞു പോകാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചനെയും ക്രിസ്ത്യാൻ്റെയും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുകയും ചെയ്യുന്നു. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആശീർവാദത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ ഒരു മംഗളകാര്യത്തിലേക്ക് ഞങ്ങൾ ചൂടുവയ്ക്കുമ്പോൾ സാന്നിധ്യമായിട്ട് പരിശുദ്ധാത്മ അരൂപിയായിട്ട് ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ എതിർക്കരങ്ങളിലേക്ക് അവിടുത്തെ ഹൃദയത്തിലെ ഏൽപ്പിച്ചു തന്നുകൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. സകല വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോഹന്നാനെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ.
നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that, spitting slow, spitting fast. I can roast, I can gas, think I'm okay at last, but I don't know if that can erase all the past and the pettiness. A reflection of the emptiness, hilarious. You think you're worth my time, you're delirious, mysterious, because you hide behind a fake exterior, inferior. You know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Never got anyone's help, I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go. Make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it. I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I'd had for several ages. A vacant, wanting kicked up, couldn't take it. Now that I've been put through hell, never got anyone's help, I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up.
പ്രാർത്ഥിക്കാനായിട്ട് നമ്മോടൊപ്പം പറയുന്ന സ്നേഹിതർക്ക് ജോസ് മാർത്തിക്കുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛനോട് ചേർന്ന സഹകാർമ്മികനായിട്ട് സ്നേഹിതർക്ക് ഡിബിൻ തോമസ് അച്ഛനോട് അച്ഛന്മാരെ ഏറെ സ്നേഹത്തോടെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജോണിൻ്റെയും ആലുവയുടെയും ജീവിതത്തിൻ്റെ വഴിത്തിരിവിൽ അവരെ വിവാഹമെന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് കുടുംബം ആരംഭിക്കാനായിട്ട് പോകുന്ന ഈ പുണ്യദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രത്യേകം നന്ദി പറയാം, ഇവരെ ഒരുമിച്ച് ചേർത്തതിൽ. അതോടൊപ്പം ഈ ജീവിതം ഏറ്റവും നന്നായി തന്നെ ദൈവഹിത പ്രകാരം ജീവിതാവസാനം വരെ മുന്നോട്ട് ജീവിക്കുവാനുള്ള എല്ലാ കൃപയും ഇവർക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറ്റവും ഭക്തിയോടെ ഈ പരിശുദ്ധ ബലിയിലെ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുകൊള്ളാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ
കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയിൽ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രനെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകുന്നു. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതുമെന്നാൽ അവകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ, പാടിടുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ കർത്താവെ ശ്രദ്ധിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിലെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ
പ്രതിഷ്ഠിക്കുന്നതിനും അവർ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10 വാക്യങ്ങൾ 2 മുതൽ. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ അവരോട് മറുപടി പറഞ്ഞു, മൂശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട ജോണെന്നാണ് പ്രിയാൽപി. ഈ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ മൊത്തം ഒരു പുഞ്ചിരിയുടെ അറ്റ്മോസ്ഫിയർ കാണാൻ വരുന്നവർ, അഭിപ്രായം പറയാൻ വരുന്നവർ, ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരു ഗെറ്റ് ടുഗദറായിട്ട് പലപ്പോഴും ഈ വിവാഹത്തെ ചിത്രീകരിക്കുന്നുണ്ടോ എന്ന് സംശയമില്ലെങ്കിൽ നമുക്കിവിടെ ആവശ്യം ജോൺ ആൽബി എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളെ മുന്നിൽ നിർത്തി കർത്താവിന് സമർപ്പിച്ച് അവരെപ്പറ്റി നല്ലത് കേൾക്കുവാൻ ഇടവരണേ എന്നുള്ള ഒരു ഉള്ളിലെ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് ജോണും ആൽബിയും ഉള്ളിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഒന്നിപ്പിച്ചത് കർത്താവായ ഈശോയാണ്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. സ്ത്രീയും പുരുഷനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഈ ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ കണ്ടാലേ നമ്മൾ തൃപ്തിപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിപാലന ആ രീതിയിലല്ല എന്ന് മനസ്സിലാക്കണം. എങ്കിൽ ഈ യോണിൻ്റെയും ആൽബിയുടെയും ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലിയുടെ പ്രത്യേകത തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന എന്ന് പറയുന്നത് അത് എല്ലായിടത്തും ദൃശ്യമാണ്. ദൈവം ഒന്നിപ്പിച്ചതെല്ലാം നിലനിൽക്കുന്നതാണ്. അവിടെ വിഭാഗീയതയുടെ ഒരു കാഴ്ചപ്പാടോ ഒരു ചിന്താഗതിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒന്നിച്ചേർന്നുള്ള യാത്രയിൽ ആവശ്യമായ കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാനുള്ള വിവേകവും എളിമയും മനുഷ്യനുണ്ടാകണം എന്നുള്ളതാണ്.
ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാനായി നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ അതിശയകാര്യങ്ങളുടെ പരിപാലനയുടെ ആഴം മനസ്സിലാക്കുവാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണെന്നാണ് ജോണും ആൽബിയും പഠിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ പഠിക്കണം. ദൈവത്തോട് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സമയം വിട്ടുകൊടുക്കണം. ഈ പുറമേ കാണുന്ന ആഘോഷവും ആർഭടവും ഒന്നും അല്ല ജീവിതം എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ വഴിക്ക് പോകും, ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും എല്ലാം ഹൈ പറഞ്ഞ് അവരുടെ ജീവിതത്തിലോട്ട് അവരുടെ വഴിക്ക് പോകും. ജോണിൻ്റെയും ആൽബിയുടെയും ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമതകളും ഉറപ്പാണ്, കൂടപ്പുറപ്പാണ്. അത് രുചിയില്ല എന്നതിൻ്റെ പേരിൽ നമ്മൾ അമ്മയെ അല്ലെങ്കിൽ പുള്ളിയുടെ ഭാര്യയെ വഴക്ക് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് വിഷമമാകില്ല. എല്ലാ ദിവസവും ഈ ചപ്പാത്തി ഒന്നും അല്ലല്ലോ ലഭിക്കുന്നത്. ഇന്ന് ഒരു ദിവസം അത് കരിഞ്ഞു പോയതേ ഉള്ളൂ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് വിഷമം ഉണ്ടാകണ്ട എന്ന് കരുതിയാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട ക്ഷണം ആ പയ്യൻ അപ്പൻ്റെ കവിളത്ത് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. ഇതാണ് കുടുംബജീവിതത്തിൻ്റെ രസമെന്ന് പറയുന്നത്. ഈ സീനരെ തിരിച്ചിടാം. നീ ഒരു വൈകുന്നേരം ഏറ്റെടുക്കുകയായിരുന്നു. ഒരു വഴക്കിനുള്ള എല്ലാ സാധ്യതകളും അവിടെ തുറന്ന് കിടപ്പുണ്ട്. കുറ്റപ്പെടുത്തിയ ജീവിതം മക്കളുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്തത് പറഞ്ഞ് അന്നത്തെ സായാഹ്നം നഷ്ടപ്പെടുത്താം. പക്ഷെ ഇവിടെ ആത്മീയതയുള്ള, വിവേകമുള്ള, പക്വതയുള്ള വ്യക്തിയുടെ പെരുമാറ്റം എന്ന് പറയുന്നത് കൈമുതലായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ നിഷേധാത്മകമായ നിലപാടിൻ്റെ ഇടയിലും അത് സുന്ദരമാക്കിയെടുക്കാൻ പറ്റിയത്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. ഞാൻ ഈ വചനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ആൽബി എന്ന കഥാപാത്രം എത്രമാത്രം ആഗ്രഹിച്ചാലും ആൽബി ആഗ്രഹിക്കുന്ന പോലെ ജോണിന് ആൽബിയെ സ്നേഹിക്കാൻ പറ്റില്ല. ജോണിൻ എത്രമാത്രം ആഗ്രഹിച്ചാലും ശരി, നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ ആൽബിയെ കൊണ്ടും പറ്റില്ല. അതൊരു പച്ച യാഥാർത്ഥ്യമാണ്. കാരണം സ്നേഹിക്കപ്പെടണമെന്നുള്ളതും സ്വന്തമാക്കപ്പെടണമെന്നുള്ളതും എന്നിലെ ശരീരത്തിൻ്റെ ആഗ്രഹമല്ല, എന്നിലെ ആത്മാവിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈശോ സ്പഷ്ടമായി പറഞ്ഞത്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നും. എന്നേക്കാളുപരി അപ്പനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോജിച്ചവനെ അല്ല എന്ന് ഈശോ പറഞ്ഞത് മനുഷ്യനെ പറ്റി പഠിച്ചത് കൊണ്ടാണ്. ഇന്നത്തെ ഏറ്റവും വലിയ മുറവിളി എന്ന് പറയുന്നത് സ്നേഹിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നെ ഗൗരവത്തിൽ എടുക്കുന്നില്ല, എൻ്റെ വാക്കിന് വിലയില്ല എന്നുള്ള പരാതികൾ ഒന്നിൻ്റെ പിറകെ ഒന്നായി ഉന്നയിക്കുന്നതിൽ മത്സരിക്കുന്ന സമൂഹമാണ്. ഇതുവരെ എനിക്ക് ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു പ്രോത്സാഹനമോ ഒരു നന്ദിയോ ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് ജീവിത പങ്കാളിത്തത്തിൽ ലഭിക്കാത്ത സ്നേഹവും പ്രോത്സാഹനവും അംഗീകാരവും അവിടുന്ന് നൽകണം. എൻ്റെ ഒരു ഉത്തമ കുടുംബിനിയായി ജീവിക്കുവാൻ, ഭാര്യയായി ജീവിക്കുവാൻ, അമ്മയായി ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്ത്രീ. അതിന് പ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ലഭിക്കാത്ത കാര്യങ്ങളൊക്കെ കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നിടത്താണ്. ഭർത്താവിൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞും അറിയാതെയെല്ലാം അത് ഫോണിനകത്തുകൂടി നിന്റെ വീട്ടിലോട്ട് വിളിച്ചു പറയുന്ന ജോലി നിനക്കില്ല. ഒരു വീടാകുമ്പോൾ ഒരുപടി ആഭ്യന്തര പ്രശ്നങ്ങളും പല കാര്യങ്ങളും കാണും. ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചകഞ്ഞ് മനസ്സിലാക്കി അത് അപ്പോഴൊക്കെ ഫോണിലൂടെ വാർത്തയും സംസാരത്തിലൂടെയും മെസ്സേജിലൂടെയും നിന്റെ വീട്ടിലോട്ട് പറഞ്ഞയക്കുക കൊടുക്കുക എന്നുള്ള ദൗത്യം നിനക്കില്ല. ഇത് ഞാൻ പറയാൻ കാരണം ഞാനൊരു വികാരിച്ചയാണ്.
അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്, ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ജോലിയില്ല. നിന്റെ വീടെന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീട്. അവിടുത്തെ മാതാപിതാക്കന്മാരോട് ചേർന്ന് ജീവിക്കുമ്പോഴുള്ള സന്തോഷവും സൗന്ദര്യവുമാണ് ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. അവിടെ നിനക്ക് സുഖമാണെന്ന് പറയുന്നിടത്താണ് നിന്റെ അപ്പനും അമ്മയും സന്തോഷിക്കുക. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അവരുടെ സന്തോഷവതിയായി പോകുന്നു എന്ന് കാണുന്നിടത്താണ് അപ്പൻ്റെ ഉള്ളിൽ സന്തോഷിക്കുക, അമ്മയുടെ ഉള്ളു ആനന്ദിക്കുക. ഈ ബോധ്യത്തിലേക്ക് വരണമെങ്കിൽ നാവിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. കുറവുകളും വീഴ്ചകളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. അത് നിശബ്ദതയോടെ മനസ്സിലാക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ വിളക്കും കുടുംബത്തിൻ്റെ എല്ലാം അവസാനിപ്പിക്കുന്നു. ആശംസകളും പാപങ്ങളും നേരുന്നു. ജോണിനും ഒപ്പം അൽപ്പിക്കും. താങ്ക് യു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടെ കൂടെ നിന്ന് വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകാൻ പോകുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഈ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സജീവനാകുന്ന സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലതയും ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്താൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സമർപ്പിക്കാം. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികരണം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ ശ്രദ്ധയോടെ കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്. പ്രിയപുത്രി ആത്മവിഭൂഷിത മണവാട്ടി നിന്റെ തിരുമണമാണൻ ജോൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആൽബി എന്ന് വിളിക്കുന്ന കുച്ചരീശിയായി നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. അബ്രാഹത്തിന്റെയും സഹാബിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ നിങ്ങളുടെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണ വഴി തിരിച്ചവരെ